1 കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പഴശ്ശി കനാലിന്റെ സംരക്ഷണ ഭിത്തിയും കോൺക്രീറ്റ് റോഡും വീണ്ടും തകർന്നു. കഴിഞ്ഞ ദിവസം തകർന്ന കോൺക്രീറ്റ് റോഡാണ് നെടുകെ പിളർന്നത്. സ്ഥലം നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് സന്ദർശിച്ചു. തലശ്ശേരി റോഡിൽ നിന്നും വിമാനത്താവള ഭാഗത്തേക്ക് പോകുന്ന കാര കനാൽ റോഡിന്റെ അരികെ ഇടിഞ്ഞതിനെ തുടർന്നാണ് നവീകരണം നടത്തിയത്. സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡ് അപകട ഭീഷണിയായതിനെ തുടർന്നാണ് കനാലിനോട് ചേർന്ന് 60 മീറ്റർ നീളത്തിലുള്ള സുരക്ഷാ ഭിത്തിയും കോൺക്രീറ്റ് റോഡും നിർമ്മിച്ചത്. 92 ലക്ഷം രൂപയാണ് പ്രവൃത്തിക്കായി അനുവദിച്ചിരുന്നത്. സംരക്ഷണ ഭിത്തിയിൽ നെടുകെ വിള്ളൽ വീഴുകയും കോൺക്രീറ്റ് റോഡ് പൂർണ്ണമായും തകരുകയും ചെയ്തു. വെള്ളിയാഴ്ച വീണ്ടും തകർച്ചയുണ്ടായി. 1 മാസം മുമ്പാണ് പദ്ധതിയുടെ പ്രവൃത്തി പൂർത്തീകരിച്ചത്. തകർന്ന സ്ഥലം നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് സന്ദർശിച്ചു. ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച പഴശ്ശി ഇറിഗേഷൻ കനാലിന്റെ ഭിത്തി തകരാനിടയായ സാഹചര്യം അടിയന്തരമായി പരിശോധിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഉദ്യോഗസ്ഥ കെടുകാര്യസ്ഥരുടെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് നമ്മൾ ഈ പ്രവൃത്തിയെ കാണുന്നത്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഒരു ഘട്ടത്തിൽ പഴശ്ശി പദ്ധതി ബന്ധപ്പെട്ടവർ ഉപേക്ഷിച്ച് ഇവിടുത്തെ ഓഫീസ് വരെ കണ്ണൂരിലേക്ക് മാറ്റി ആരുമില്ലാത്ത നാദില്ലാത്ത അവസ്ഥയായിരുന്നു. കാടുമൂടിക്കിടക്കുന്ന കനാല്, തകർന്ന പാലങ്ങൾ, സൂപ്പർ പാസേജുകൾ, ഇങ്ങനൊരു ദുരന്താവസ്ഥയെ അഭിമുഖീകരിച്ച ഘട്ടത്തിലാണ് കേരള സർക്കാർ കഴിഞ്ഞ 3-4 വർഷക്കാലമായി ബഡ്ജറ്റിനകത്ത് പഴശ്ശി പദ്ധതിക്ക് വേണ്ടി പ്രത്യേക ഊന്നൽ കൊടുത്തുകൊണ്ട് കോടികൾ അനുവദിച്ചിട്ടുള്ളത്. ആ കോടികൾ അനുവദിച്ചതിൻ്റെ ഭാഗമായി കനാലിലൂടെ വെള്ളം എല്ലാ കാലത്തും തുറന്നുവിടാനുള്ള പ്രവൃത്തി നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് തകർന്നുപോയ സൂപ്പർ പാസേജുകൾ, പാലങ്ങളെല്ലാം പുനഃസ്ഥാപിക്കാനുള്ള പ്രവൃത്തിയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സർക്കാർ ഇതിന് ഫണ്ട് അനുവദിച്ചാലും ഈ പ്രവൃത്തി നടത്തുന്ന ഘട്ടത്തിൽ കൃത്യമായ പരിശോധന നടത്താനുള്ള സംവിധാനം ഇറിഗേഷൻ വകുപ്പിന് ഇല്ലാത്തതിൻ്റെ ദുരന്തമാണ് നമ്മുടെ നാട്ടുകാർ ഇപ്പോൾ അനുഭവിക്കുന്നത്. 2022 ജൂലൈയിൽ കനാലിന്റെ എതിർവശത്തുള്ള ഓവുചാലിലൂടെ വെള്ളം കനാൽ ഭാഗത്തേക്ക് കുത്തിയൊഴുകിയതാണ് കനാൽ ഭിത്തിക്ക് ഭീഷണിയായത്. ഇതേ തുടർന്നാണ് കാര തെളുപ്പ് ഭാഗത്തിലേക്ക് പോകുന്ന റോഡ് തലശ്ശേരി റോഡിന് സമീപത്തായി ഇടിഞ്ഞു താഴ്ന്നത്. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.